മുൻ ധനകാര്യമന്ത്രി കെ.ടി. ജോർജിന്റെ 51ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കൂനമാവ് സെന്റ് ജോസഫ് പള്ളിയിൽ കെ.ടി. ജോർജിന്റെ കല്ലറയ്ക്ക് മുൻപിൽ പുഷ്പാർച്ചന നടത്തിയായിരുന്നു UDF സ്ഥാനാർത്ഥി ഹൈബീഡന്റെ പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. കൂനമാവ് സെന്റ് ജോസഫ് പള്ളിയിൽ മുൻ ധനകാര്യമന്ത്രി കെ.ടി. ജോർജിന്റെ കല്ലറയ്ക്ക് മുൻപിൽ പുഷ്പാർച്ചന നടത്തിയായിരുന്നു UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡന്റെ പ്രചാരണം ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ 51ാമത് ചരമവാർഷിക ദിനമായിരുന്നു. ഏഴിക്കര, കളമശ്ശേരി, മഞ്ഞുമ്മൽ ഭാഗങ്ങളിലാണ് ഹൈബി ഈഡൻ പ്രചാരണം നടത്തിയത്. പ്രമുഖ വ്യക്തികളെ നേരിൽ കണ്ടും സ്ഥാപനങ്ങൾ കയറിയും പിന്തുണ ഉറപ്പിച്ചു. വോട്ടർമാരെ നേരിൽ കണ്ട ഹൈബി ഈഡൻ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി പിന്തുണ അഭ്യർത്ഥിച്ചു. ഏഴിക്കരയിൽ കടകളിലും വീടുകളിലും കയറി ഹൈബി ഈഡൻ വോട്ട് അഭ്യർത്ഥിച്ചു. കളമശ്ശേരിയിൽ NAD അടക്കമുള്ള സ്ഥാപനങ്ങളിലും സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചെത്തി. അഭിഭാഷകർ എറണാകുളത്ത് സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലും മഞ്ഞുമ്മൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ഉത്സവങ്ങളിലും ഹൈബി ഈഡൻ പങ്കെടുത്തു. കളക്ടറേറ്റിലെത്തി ഹൈബി ഈഡൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രണ്ടാം ഘട്ട പ്രചാരണം സമാപിക്കുമ്പോൾ വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നതെന്നും UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ പറഞ്ഞു. 5 വർഷം ഈ നിയോജകമണ്ഡലത്തിനെ പ്രതിദാനം ചെയ്ത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അംഗം എന്നുള്ള രീതിയിൽ എന്നെ വ്യക്തിപരമായി കൂടി വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രോഗ്രസ് കാർഡ് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ഫുഡ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മനുഷ്യന്മാരുണ്ടോ? എന്നാൽ നമുക്ക് കുറച്ച് വെറൈറ്റി ഫുഡ് കഴിച്ചാലോ? ഷാക്ക്, ബുസായി ബീഫ്, ഫിറ, കസാവ എന്നിങ്ങനെ 40ഓളം സോൾട്ട് സ്പെഷ്യൽ ഡിഷസ്. മാത്രമല്ല, നാടൻ വേണ്ടവർക്ക് നാടൻ, ചൈനീസ് വേണ്ടവർക്ക് ചൈനീസ്, അറബിക്ക് വേണ്ടവർക്ക് അറബിക്. സോൾട്ട് റെസ്റ്റോറൻറ്റ്, തോപ്പുംപടി ആൻഡ് പനമ്പള്ളി നഗർ.